ഇറ്റലിയിലെ മെർക്കാറ്റലോയിലെ ദൈവഭക്തരായ ദമ്പതികളുടെ മകളായിട്ടാണ് വിശുദ്ധ വെറോണിക്ക ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു വെറോണിക്ക. പക്ഷെ പിന്നീട് വെറോണിക്ക ഒരു മുൻകോപിയായി മാറി. നിസാര കാര്യങ്ങൾക്ക് പോലും താൻ പ്രകോപിതയാകാറുണ്ടെന്ന കാര്യം വിശുദ്ധ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെറോണിക്കയ്ക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ അമ്മ മരണപ്പെട്ടു. താൻ മരിക്കുന്ന അവസരത്തിൽ ആ അമ്മ തന്റെ 5 മക്കളെയും അരികിൽ വിളിച്ച് അവരെ ഓരോരുത്തരെയും യേശുവിന്റെ 5 തിരുമുറിവുകൾക്കായി സമർപ്പിക്കുകയും തങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തിരുമുറിവിൽ അഭയം തേടുവാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. വെറോണിക്കയായിരുന്നു ഏറ്റവും ഇളയവൾ. യേശുവിന്റെ പാർശ്വഭാഗത്തുള്ള മുറിവിലേക്കായിരുന്നു അവളെ സമർപ്പിച്ചിരുന്നത്. ആ സമയം മുതൽ അവളുടെ ഹൃദയം കൂടുതൽ സംയമനശീലമുള്ളതായി മാറി. ദൈവമഹത്വത്തിന്റെ സഹായത്തോടുകൂടി അവളുടെ ആത്മാവ് ദിനം പ്രതി ശുദ്ധീകരിക്കപ്പെടുകയും പിൽക്കാലങ്ങളിൽ അവളുടെ സ്വഭാവം സകലരുടെയും ആദരവിന് പാത്രമാവുകയും ചെയ്തു. വെറോണിക്കയ്ക്ക് പ്രായമായപ്പോൾ അവളെ വിവാഹം ചെയ്തയക്കുവാനായിരുന്നു അവളുടെ പിതാവ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ വെറോണിക്കയാകട്ടെ യുവജനങ്ങളുടെ ഒപ്പം ചേർന്ന് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മറ്റൊരു ദൈവവിളിയെക്കുറിച്ചുള്ള ബോധ്യവും അവൾക്കുണ്ടായിരുന്നു. അതിനുള്ള അനുവാദത്തിനായി അവൾ തന്റെ പിതാവിനോട് നിരന്തരം അപേക്ഷിച്ചു. അവസാനം ഒരുപാട് എതിർപ്പിന് ശേഷം അവളുടെ പിതാവ് തന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുവാൻ അവളെ അനുവദിച്ചു. അപ്രകാരം തന്റെ 17ാമത്തെ വയസ്സിൽ വെറോണിക്ക ഉംബ്രിയയിലെ സിറ്റാ ഡി കാസ്റ്റെല്ലാവോയിലുള്ള കപ്പൂച്ചിൻ കന്യാസ്ത്രീകളുടെ മഠത്തിൽ ചേർന്നു. വിശുദ്ധ ക്ലാരയുടെ പുരാതന നിയമങ്ങളായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. തന്റെ എളിമയാൽ വിശുദ്ധ തന്നെ അവിടുത്തെ ഏറ്റവും താഴ്ന്ന അംഗമായി കണക്കാക്കി. അതോടൊപ്പം തന്നെ അനുസരണവും ദാരിദ്ര്യത്തോടുള്ള സ്നേഹവും ശാരീരിക സഹനങ്ങളും വഴി അവൾ ആത്മീയമായി പക്വതയാർജിച്ചു കൊണ്ടിരുന്നു. ഒരു ദുഃഖ വെള്ളിയാഴ്ച അവൾക്ക് യേശുവിന്റെ തിരുമുറിവിന്റെ അടയാളങ്ങൾ ലഭിച്ചു. പിന്നീട് വിവരിക്കാനാവാത്ത വേദനകൾക്കിടയിൽ യേശുവിന്റെ മുൾക്കിരീടത്തിന്റെ പ്രതിച്ഛായ അവളുടെ ശിരസിൽ പതിപ്പിക്കപ്പെട്ടു. അവസാനം നിരവധി യാതനകളാൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് 50 വർഷങ്ങളോളം ആ മഠത്തിൽ കഴിഞ്ഞതിനു ശേഷം 1727 ജൂലൈ 9 വിശുദ്ധ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 1839 ഗ്രിഗറി 16 പാപ്പ വെറോണിക്കയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.